ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനം സങ്കീർത്തനങ്ങൾ 73 അധ്യായത്തിന്റെ 13 വാക്യമാണ്. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഇത് ആസാഫ് എന്ന് പറയുന്ന ഒരു ദൈവമകൻ എഴുതിയ സങ്കീർത്തനമാണ്. താൻ മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ ജീവിതയാത്രയിൽ താൻ ചില ചുറ്റുപാടുകളിലേക്ക് നോക്കിയപ്പോൾ താൻ ഒന്ന് മാറി ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കാരണം ദൈവ വഴിയിൽ നിന്ന് അവൻ്റെ കാലുകൾ അല്പം ഒന്ന് ഇടറി. നാം ദൈവത്തെ അറിയുന്നു, ദൈവവുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടുന്നതെല്ലാം ദൈവത്തിൻ്റെ വചന നിമിത്തമാണല്ലോ. നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മാനസാന്തരമുള്ള ഒരു നല്ല ജീവിതം നയിച്ച് മുന്നേറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില തകർച്ചകൾ, ചില കഷ്ടങ്ങൾ, ചില ഞെരുക്കങ്ങൾ, ചില വഞ്ചനകൾ, ചില ചതികളെല്ലാം നേരിടേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ നാം ആ ശിക്ഷകളാൽ, ആ കഷ്ടങ്ങളാൽ, ആ ഞെരുക്കങ്ങളാൽ, ആ ബാധിപ്പുകളാൽ മുന്നോട്ട് പോകുമ്പോൾ അതൊരു പക്ഷേ സാമ്പത്തികമായ ഒരു തകർച്ചയാകാം, രോഗമാകാം, അടിമത്തമാകാം, ഒറ്റപ്പെടലാകാം, പരാജയമാകാം, എന്തു തന്നെയാണെങ്കിലും അങ്ങനെ നാം മുന്നേറുമ്പോൾ നാം ചുറ്റുപാടുകളിലേക്ക് നോക്കും. ദൈവമില്ലാത്ത, ദൈവഭയമില്ലാതെ ജീവിക്കുന്ന ദുഷ്ടരായിട്ട് അഹങ്കാരം പറയുന്ന, വമ്പ് പറയുന്ന, ധാർഷ്ട്യം പറയുന്ന ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല, അവർക്കൊരു ബാധിപ്പില്ല, അവർക്കൊരു കഷ്ടമില്ല, അവർ രോഗികളായി തീരുന്നില്ല. അങ്ങനെ അത് കാണുമ്പോൾ അവർ തിന്നു കൊഴിച്ചിരിക്കുന്നു, ഉന്നത ഭാവത്തോടെ അവർ സംസാരിക്കുന്നു, ഭീഷണി പറയുന്നു. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് അവരുടെ നേരെ ഒരു അസൂയ തോന്നും. ഇവിടെ ഇയാൾക്കും ഇതുപോലെ തന്നെ അവരുടെ അസൂയ തോന്നി, ആസാഫിനും അവരോട് അസൂയ തോന്നി. അവരെ ഇപ്പോൾ നമ്മളിങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ നമ്മളവരോട് ചോദിക്കുക, നിങ്ങളിങ്ങനെ അന്യായമൊക്കെ കാണിക്കുമ്പോൾ ദൈവം ഇത് കാണുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നൊരു മറുപടിയുണ്ട്, ദൈവമോ, അങ്ങേർക്ക് വല്ല അറിവുണ്ടോ? അയാൾ ആരാണ്? ഞങ്ങളാണ് ദൈവം, ഞാനാണ് ദൈവം, ഞാൻ പറയുന്നത് നടക്കൂ, ഞങ്ങൾ പറയുന്നത് നടക്കുള്ളൂ. ഇല്ലേ? ഓരോ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾക്കും താഴെ കടയിലുള്ള ആളുകളെ പീഡിപ്പിക്കുന്നതും ഞെരുക്കുന്നതും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ കടന്നു പോകുന്ന പാതകൾ കഷ്ടം നിറഞ്ഞതായിരിക്കും. അപ്പോൾ അവരും ഇങ്ങനെയുള്ള അസൂയ മനോഭാവത്തോടുകൂടി അവരെയൊക്കെ നോക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെ ചുറ്റുപാടുകളിൽ ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അഹങ്കാരികളായിട്ടുള്ള മനുഷ്യരോട് അസൂയ തോന്നുന്നതിൽ തെറ്റ് ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റുകയില്ല. പക്ഷേ നമുക്ക് ചിത്രത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ആ സമയത്ത് നാം കാണുന്നുള്ളൂ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നാം ചിന്തിക്കുന്നത്, ഞാൻ ദൈവഭയത്തോടെ ഹൃദയപരമാർത്ഥത്തോടെ ഞാൻ ജീവിക്കുന്നു, ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല, ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല, എന്നിട്ടും എനിക്ക് രോഗം, കഷ്ടത, ദാരിദ്ര്യം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ദണ്ഡനങ്ങൾ, ഇതെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ചുറ്റുപാടുകളിലേക്ക് നോക്കി ഒരു വിലയിരുത്തൽ നടത്തുവാൻ, അത് നമ്മുടെ മനസ്സ് തെറ്റായ നിലയിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. എന്നാൽ ആസാഫും അങ്ങനെ തന്നെ ചിന്തിച്ചു. പക്ഷേ ഇതിൻ്റെ അവസാനം എന്താണ് എന്ന് കാണുവാനായിട്ട് അവൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ദൈവം അവന് ഒരു വെളിപ്പാട് കാണിച്ചു കൊടുത്തു. അതെങ്ങനെയാണ്? ഇത്രയും ഭയങ്കരമായ നിലയിൽ മുന്നേറുന്ന ഇവർ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വഴുവഴുപ്പുള്ളിടത്താണ്, ഭയങ്കരമായ തെന്നലുള്ള ഒരു സ്ഥലം. അവിടെയാണ് അവരെ ദൈവം നിർത്തിയിരിക്കുന്നത്. കാരണം ഒരു നിമിഷം കൊണ്ട് അവർ താഴെ വീണ് അവർ തകർന്നു പോകും, ശൂന്യമായി പോകും. എന്നാൽ ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം അവന് കഷ്ടവും ഉപദ്രവവും ഞെരുക്കവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അവൻ വീണാലും എഴുന്നേൽക്കും. കാരണം ദൈവം അവൻ്റെ വലങ്കരം പിടിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആലോചനയാൽ തൻ്റെ ഭക്തനെ ദൈവം നടത്തും, ദൈവം അവനെ ഉയർത്തും, ദൈവം അവനെ മാനിക്കും. നാം തിരുവെഴുത്തുകളിൽ നമുക്ക് അനേക കാര്യങ്ങൾ ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. ഇല്ലേ? ഒരു യോസേഫ് തൻ്റെ ജീവിതത്തിൽ സഹോദരന്മാർ തന്നെ വിറ്റുകളഞ്ഞു. വെള്ളിക്കാശിന്, അല്പം പണത്തിന് വേണ്ടി സ്വന്തം സഹോദരന്മാർ, രക്തബന്ധങ്ങൾ വിറ്റുകളഞ്ഞു. അതുപോലെ തന്നെ അവൻ മിദ്യാന്യ കച്ചവടക്കാർക്ക് അടിമയായി പോകേണ്ടതായിട്ട് വന്നു. പോത്തിഫർ അവനെ വിലയ്ക്ക് വാങ്ങി, അവിടെയും കഷ്ടമനുഭവിച്ചു, അവിടെയും ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലാകേണ്ടതായിട്ട് വന്നു. എന്നാൽ ഒടുവിൽ ഒരു മഹിമ അവനെ തേടി വരുന്നത് കാണുവാനായിട്ട് സാധിക്കും. അതേ പ്രിയ ദൈവവേദനയെ, ഇപ്പോൾ ചില കഷ്ടങ്ങളും ഉപദ്രവങ്ങളും ഞെരുക്കങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അതിനുശേഷം ഒരു മഹിമ നമുക്ക് ദൈവം വെച്ചിട്ടുണ്ട്. ഒരു മൊർദെഖായി താൻ ചെയ്ത നന്മയ്ക്ക് പ്രതിഫലം ലഭിച്ചില്ല, എന്നാൽ തക്ക സമയത്ത് ആ പ്രതിഫലം അവന് ലഭിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ദാനിയേലും കൂട്ടരും, രൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രജാതിക്കാരിയായ സ്ത്രീ, നവോമിയുടെ വാക്കുകൾ കേട്ട് നവോമി പറഞ്ഞ ദൈവത്തെ വിശ്വസിച്ച് അവൾ ഇറങ്ങിത്തിരിച്ചു. അവൾ പിന്നീട് വിഗ്രഹങ്ങളിലേക്ക് പോയില്ല, അവൾ തിരിച്ച് തൻ്റെ ജാതിക്കാരുടെ അടുക്കിലേക്ക് പോയില്ല. നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം. അങ്ങനെ ദൈവത്തെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച് അവൾ കൃത്യമായിട്ടും ബോവസിൻ്റെ വയലിലേക്ക് ചെല്ലപ്പെടുകയും വീണ്ടെടുപ്പുകാരനായി ബോവസ് അവൾ വിവാഹം കഴിക്കുകയും അവൾ യേശുക്രിസ്തുവിൻ്റെ വംശാവലി പുസ്തകത്തിൽ അവളുടെ പേര് വരികയും ചെയ്തു. അതേ ദൈവവേദിലെ ദൈവത്തെ സ്നേഹിച്ചിറങ്ങിത്തിരിക്കുന്നവർക്ക് ആദ്യമേ കഷ്ടങ്ങളും ഞെരുക്കങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടെങ്കിലും അതിനുശേഷം ഒരു വലിയ മഹിമ അവരെ തേടിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദാനിയേലും കൂട്ടരും, എസ്തേർ അപ്പനും അമ്മയില്ലാതെ അനാഥമായിട്ട് വളർന്ന ഒരു പെൺകുട്ടി,
പെൺകുട്ടിയാണ്, എന്നാൽ അവളെ തേടിയിരുന്നത് ഒരു മഹിമയാണ് എന്നത് കാണുവാൻ സാധിക്കും. അവൾ ഒരു രാജ്യസ്ഥാനത്ത് ഉയർന്ന പദവിയിലേക്ക് വരുന്നത്, നമുക്ക് ഒരു രാജ്ഞിയായിട്ട് മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഇതിൻ്റെ മറ്റൊരു വശം കൂടിയുണ്ട്. എല്ലായിടത്തും അങ്ങനെ സംഭവിച്ചുകൊള്ളണമെന്നില്ല. ഇവിടെയും ഇതൊന്നും മഹിമയൊന്നും ലഭിക്കാതെ പോകുന്ന ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. തിരുവഴുത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ലാസർ, അവൻ ഇവിടെ പ്രത്യേകിച്ച് ഉയർച്ചയൊന്നും ലഭിച്ചില്ല. ധനവാന്റെ മേശയിൽ വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടും അതുപോലും കൃത്യമായിട്ട് ലഭിക്കാതെ, ഭക്ഷണം ശരിയായ നിലയിൽ ലഭിക്കാതെ, വിശന്ന് വ്രണങ്ങളാൽ നിറഞ്ഞ് മരിച്ചുപോയ ആ മനുഷ്യന് ദൈവം, എബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് ദൈവം ദൂതന്മാരെ അയച്ച് അവനെ എടുത്തുകൊണ്ട് പോയി. അവന് അവിടെ വലിയ മഹിമ കിട്ടുന്നത് കാണുവാൻ സാധിക്കും. ഈ ഭൂമിയിൽ നമുക്ക് കിട്ടിയില്ലെങ്കിലും നാം നിരാശപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ ഒരു ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം, ദൈവമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം, ഈ ഭൂമിയിൽ അവന് താൽക്കാലികമായ ചില നേട്ടങ്ങളുണ്ടെങ്കിലും അവന് ദൈവമില്ലാത്ത ഒരു ജീവിതമാണ് അവനെ കാത്തിരിക്കുന്നത്. അവന് നിത്യമായ നരകമാണ് അവന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ദൈവിക വെളിപ്പാട് ലഭിച്ചപ്പോൾ ഈ ഭക്തൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ നിർമ്മലമായി കഴിയതൊക്കെ വെറുതെ ആയിപ്പോയി എന്ന് ഞാൻ എൻ്റെ തലമുറകളോട് പറഞ്ഞിരുന്നു എങ്കിൽ അത് തലമുറകളോട് ചെയ്യുന്ന വലിയ ദ്രോഹമായി തീർന്നതെന്ന് തൻ്റെ ഭക്തൻ പറയുകയാണ്. നമുക്ക് തിരുവെഴുത്തുകളിൽ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ ഇങ്ങനെ ഭീഷണിയും ദുഷ്ടതയുമായിട്ട് നടന്ന അനേക ആളുകൾ ഇപ്പോൾ എവിടെയാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു മുഹമ്മദ് നിസാം, ഇല്ലേ? അദ്ദേഹം 18ലധികം ലക്ഷറി കാറുകൾ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. ആരെയും ഇടിക്കും, ആരെയും തല്ലും, ആരെയും എന്തും ചെയ്യും, കൊല്ലും, ഒന്നിനും മടിയില്ലാത്തവൻ, പണവും സ്വാധീനവും ഉപയോഗിച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ. സ്ഥലം SI കാറിൽ പൂട്ടിയിട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇപ്പോൾ എവിടെയാണ് അദ്ദേഹം കിടക്കുന്നത്? എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് എത്രയോ കോടികളുടെ സ്വത്തുള്ള ആ മനുഷ്യൻ ജയിലിൽ ഇപ്പോൾ ജീവിതം കഴിക്കുകയാണ്. വഴുവഴുപ്പിലാണ് നിർത്തിയിരുന്നത്. ഒരു നിമിഷം കൊണ്ട് താറുമാറായി പോയി. അതുപോലെ തന്നെ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയുടെ ആത്മമിത്രമായിരുന്നു ശശികല, ജയലളിതയുടെ ഉറ്റ തോഴി. അവൾ പതിറ്റാണ്ടുകൾ സംസ്ഥാന ഭരണത്തിന്റെ നിഴൽ രൂപമായിട്ട് നിലനിന്നവളായിരുന്നു. അവളായിരുന്നു അത് ചലിപ്പിച്ചുകൊണ്ടിരുന്നത്. അധികാര സ്വാധീനം ഉപയോഗിച്ച് കോടികൾ സമ്പാദിച്ചു. ഒടുവിൽ AIDMK പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി അടുത്ത മുഖ്യമന്ത്രിയാകുവാൻ തീരുമാനിച്ചിരിക്കുന്ന നിമിഷം അനധികൃത അവിഹിത സ്വത്ത് സമ്പാദനത്തിന്റെ കേസിൽ അവൾ സുപ്രീം കോടതി കുറ്റക്കാരിയായിട്ട് വിധിക്കുകയും 4 വർഷം ജയിലിൽ കിടക്കുകയും ഇപ്പോൾ പുറത്തിറങ്ങിയെങ്കിലും ഇനി 6 വർഷത്തേക്ക് മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ടവളായി നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതെ, ഇതാണ് വഴുവഴുപ്പ് എന്ന് പറയുന്നത്. അന്യായമായി ജീവിക്കുന്ന ആളുകളെ ദൈവം വഴുവഴുപ്പിലാണ് നിർത്തിയിരിക്കുന്നത്. ക്ഷണനേരം കൊണ്ട് അവർ വീണുപോകും. അതുകൊണ്ട് സാഹചര്യങ്ങളെ നോക്കി, ചുറ്റുപാടുകളെ നോക്കി നമ്മുടെ മനസ്സുലയേണ്ട, നാം നിരാശപ്പെടേണ്ട, നാം അസൂയപ്പെടേണ്ട. നമ്മുടെ കർത്താവ് വലിയവനാണ്, മാറ്റമില്ലാത്തവനാണ്. അവൻ നമ്മുടെ വലങ്കരം പിടിച്ചിരിക്കുന്നു. അവൻ നമ്മളെ ഉയർത്തും, അവൻ നമ്മളെ മാനിക്കും. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഞങ്ങൾ കൽപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം. നിന്റെ ജനത്തെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. ഇന്നത്തെ വചന കേൾവി അവരുടെ ഹൃദയത്തിൽ വലിയ ആശ്വാസവും അനുഗ്രഹവുമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവ് ഇതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മുഖത്തെടുത്തായിട്ട് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.